ഇപ്പം ഞാൻ 1,00,000 രൂപയ്ക്ക് മേളിലാണ് സാലറി എന്ന് പറയുമ്പോൾ നിങ്ങളും ഞാനും അടക്കം അത് വളരെ നല്ലൊരു സാലറി ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ആ സാലറി ഉണ്ടായിട്ട് പോലും അവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നതായിരുന്നു ഒരു വാസ്തവം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ശ്രീസ് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം ഞാനൊരു 10 വർഷത്തോളം ഹൈദരാബാദിൽ താമസിച്ചിട്ടുണ്ട്, 3 വർഷത്തോളം ചെന്നൈയിലും താമസിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടാൽ അറിയാം, ഞങ്ങൾ കുറച്ച് നാൾ ചെന്നൈയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ റിയൽ ഹൈദരാബാദിൽ തന്നെയാണ് ലിവ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെന്നൈയിലോട്ട് പോയത്. ഈ രണ്ട് നഗരങ്ങളിലെയും ജീവിതം ഒരു ഫാമിലി പെർസ്പെക്റ്റീവിലൂടെയാണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയുന്ന എല്ലാ അഭിപ്രായങ്ങളും തികച്ചും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് അധികം സമയം കളയാതെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു നഗരത്തെയും ഞാൻ വിമർശിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു വീഡിയോ അല്ല. ഇത് ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അനുഭവപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. കാരണം ഓരോ ഫാമിലിയുടെ എക്സ്പീരിയൻസും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഹൈദരാബാദിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഞങ്ങൾ ജോലി സംബന്ധമായിട്ടാണ് ചെന്നൈയിലോട്ട് പോയത്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് ഞങ്ങൾ ചെന്നൈയിലെത്തിയത്. പക്ഷേ വളരെ ഉയർന്ന ഒരു വരുമാനത്തിൽ നിന്നിട്ട് പോലും 4 പേരടങ്ങുന്ന ഒരു കുടുംബം ജീവിക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ജീവിത ചെലവായ. ഞങ്ങളുടെ ഒരു അനുഭവത്തിൽ ഞങ്ങൾ ഹൈദരാബാദ് ജീവിച്ചത് അതിലും പകുതിയുടെ ഒരു 30-35% സാലറിയിലാണ് ഞങ്ങൾ ഹൈദരാബാദ്. ഇതിലും നല്ലൊരു മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. പക്ഷേ ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടിലും വരുമാനത്തിൽ ഞങ്ങൾ ചെന്നൈയിൽ എത്തിയിട്ട് പോലും നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു സൗകര്യം ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഒരു സത്യം. അവിടെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യം പറയാം. ഒരു വീട്, നല്ലൊരു വീട് കണ്ടുപിടിക്കുകയാണ്. നല്ല വീടെന്ന് പറയുന്നത് പോഷായിട്ടുള്ള ഒരു വീടും അല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. നല്ല തറ, നല്ല വാള്, പിന്നെ നല്ല ബാത്റൂം, കിച്ചൺ, ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് കാറുള്ളത് കൊണ്ട് കാർ സ്പേസും കൂടെ ആവശ്യമുണ്ടായിരുന്നു. ഇതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഡിമാൻഡായിരുന്നു. പക്ഷേ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കൊടുക്കേണ്ടി വന്നത് സാലറിയിൽ നിന്ന് തന്നെ നല്ലൊരു ശതമാനം ഞങ്ങൾ വാടക ഇനത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പോരാഞ്ഞിട്ട് നമ്മളിപ്പോൾ ചെന്നൈയിൽ ഏതെങ്കിലും ഒരു വീട് റെൻറ്റഡ് ഹോം കണ്ടുപിടിക്കുകയാണെങ്കിൽ തന്നെ അവിടുത്തെ അഡ്വാൻസ്, 1 വർഷത്തേക്കുള്ള അഡ്വാൻസ്, 10 മാസത്തേക്കുള്ള അഡ്വാൻസാണ് അവരവിടെ വാങ്ങിച്ച് വെക്കുന്നത്. അപ്പോൾ ഇത് തന്നെ നമുക്ക് ഓരോ വീട് മാറുമ്പോഴും ഈ അഡ്വാൻസ് കൊടുക്കൽ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ബട്ട് ലക്കിലി നമുക്ക് ചെന്നൈയിൽ കാർ സ്പേസ് ഉള്ള ഒരു വീട് കണ്ടെത്താൻ പറ്റി. എന്നാൽ ഹൈദരാബാദിലോട്ട് നമ്മൾ തിരിച്ചു വന്നപ്പോൾ നമുക്ക് കുറഞ്ഞ ചിലവിൽ നല്ല സൗകര്യങ്ങളുള്ള ഒരുപാട് വീടുകൾ കണ്ടെത്താനായിട്ടുണ്ടായിരുന്നു. സോ അതാണ് എനിക്ക് ചെന്നൈ വെച്ച് നോക്കുമ്പോൾ ഹൈദരാബാദിൽ ഒരു പ്ലസ് ആയിട്ട് തോന്നുന്നത്. ഇനി കാർ സ്പേസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ അവിടെ ചെന്നൈയിൽ നമ്മൾ താമസിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഏറ്റവും ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വണ്ടി വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അതായത് മിക്ക വീടുകളും ടെനൻസിന് കൊടുക്കുമ്പോഴത്തേക്കും അവരുടെ വണ്ടി, ഇപ്പം ബൈക്കാണെങ്കിൽ അല്ലെങ്കിൽ കാറാണെങ്കിൽ പുറത്ത് വയ്ക്കാനായിരിക്കും അവർ പറയുന്നത്. കാരണം ഓണേഴ്സിനായിരിക്കും ഇൻസൈഡ് വെക്കാനുള്ള പെർമിഷൻ ഉള്ളത്. ഇനി ഇൻസൈഡ് നമുക്ക് വെക്കാൻ സ്ഥലമുണ്ടെങ്കിൽ തന്നെ അവിടെ ഞങ്ങൾ നേരിട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എലി ശല്യമായിരുന്നു. കാരണം ഞങ്ങൾ പുതുതായിട്ട് എടുത്ത വണ്ടിയായിരുന്നു ആ സമയത്ത്. അപ്പോൾ തന്നെ ഫസ്റ്റ് ഒരു മന്ത് തന്നെ ഞങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. കാരണം എലി വന്നിട്ട് അതിൻ്റെ വയേഴ്സ് എല്ലാം കടിച്ചു മുറിച്ചു. അപ്പോൾ അതിൻ്റെ പുറകെ ഞങ്ങൾ കുറേ നടന്നു. പിന്നെ ഇത് ഒരു ത്രെട്ടായിരുന്നു ഞങ്ങൾക്ക്. അതായത് ഏറ്റവും മികച്ചൊരു സ്ഥലത്ത് തന്നെയാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അതായത് ഫ്ലഡിങ് ഏരിയയാണ്. ചെന്നൈയിൽ ഈ ഫ്ലഡിങ് ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് അത്ര ഫ്ലഡിങ് ഉണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ വളരെ സേഫായിട്ടുള്ളൊരു സ്ഥലത്താണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവിടെ ഞങ്ങൾ അനുഭവിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ എലിശല്യമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കാറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും അലേർട്ടായിട്ടിരിക്കണം. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു അമ്മ എന്ന നിലയിൽ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായമാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. ചെന്നൈയിൽ എത്തിയപ്പോഴത്തേക്കും ഞങ്ങളുടെ ഫിസിക്കൽ ഹെൽത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങി. ചിലപ്പം ഞങ്ങൾ ഹൈദരാബാദിൽ നിന്ന് വന്നിട്ട് ചിലപ്പോൾ ചെന്നൈയിലത്തെ ആ ഒരു വെതർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം. ഞങ്ങളെ അല്ല, ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെയാണ് അത് ബാധിച്ചത്. കാരണം മക്കളാണെങ്കിൽ തന്നെ അവർക്ക് അടിക്കടിക്ക് ഇൻഫെക്ഷൻ വരാൻ തുടങ്ങി. അപ്പോൾ അവിടെ സ്കൂളിൽ പോകുന്ന ടൈമിൽ ആഴ്ചയിൽ ഒരു ഇൻഫെക്ഷൻ അത് ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനെ അടിക്കടിക്ക് ഇൻഫെക്ഷൻ വരുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ വെയിറ്റ് ഗെയിൻ ഉണ്ടാവില്ല, ഗ്രോത്ത് ഉണ്ടാവില്ല. അപ്പം അത് അവിടുത്തെ കാലാവസ്ഥയുടെ പ്രശ്നമാണോ, എക്സ്പോഷറിൻ്റെ പ്രശ്നമാണോ, അതോ എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഹൈദരാബാദ് എത്തിയപ്പോഴത്തേക്കും ആ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ നമുക്ക് ഈ വെതറുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനുള്ള ആ ഒരു സംഭവം, ഇതൊക്കെ ഭയങ്കര ഈസി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ഞങ്ങൾക്ക് കുറച്ച് അഫോർഡബിൾ ആയിട്ട് തോന്നിയത് ഹൈദരാബാദാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ
ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് നമുക്കുണ്ട്. അതുപോലെ തന്നെ കാശും വളരെ കുറവാണ് ചെന്നൈ വെച്ച് നോക്കുമ്പോഴത്തേക്ക്. ഇപ്പോൾ ചെന്നൈയിൽ നമ്മൾ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്നൊന്നും അല്ല കഴിക്കുന്നത്, എന്നാലും അത്യാവശ്യം വൃത്തിയുള്ളൊരു ഹോട്ടലിൽ നിന്ന് കഴിച്ചാൽ തന്നെ നമുക്ക് അത്ര ക്വാണ്ടിറ്റി കിട്ടില്ല. 4 പേരടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി വേണമല്ലോ, പക്ഷേ അത്ര ക്വാണ്ടിറ്റി നമുക്ക് കിട്ടില്ല. അതേസമയം നമുക്ക് ഒരുപാട് കാശ് കൊടുക്കേണ്ടി വരും. അതേസമയം നമ്മൾ ഹൈദരാബാദിലോട്ട് വരുമ്പോഴത്തേക്കും അവിടെ കുറഞ്ഞ കാശിൽ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നല്ല ക്വാളിറ്റി ഫുഡ് ഇവിടെ കിട്ടുന്നുണ്ട്. സോ അത് എനിക്ക് ഹൈദരാബാദാണ് ഈ കാര്യത്തിൽ വളരെ നല്ലതായിട്ട് തോന്നിയത്. ഹൈദരാബാദിൽ 2 മാസത്തെ വാടക മാത്രം നമ്മളവിടെ കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട, അത് നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങിയ ഒരുപാട് വീടുകൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് സിറ്റി സൈഡിലോട്ട് പോകണമെങ്കിൽ കുറച്ച് ഔട്ട്സ്കേർട്ടിലും നല്ല ഡെവലപ്മെൻറ്റാണ് ഇവിടെ ഉള്ളത്. സോ നമുക്ക് ഔട്ട്സ്കേർട്ടിൽ താമസിച്ചാലും നമുക്ക് സിറ്റിയുടെ എല്ലാ ബെനിഫിറ്റും അവിടെ കിട്ടും. സോ അതാണ് ഈ ഒരു ഹൈദരാബാദിൻ്റെ ഇവിടുത്തെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി. എനിക്കിവിടെ ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്കിവിടുത്തെ വിൻ്റർ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടെ സൈക്ലോൺ ഉണ്ടാവില്ല, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടെ നമുക്ക് ഒരുപാട് ഫുഡ് വെറൈറ്റി ട്രൈ ചെയ്യാം. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ ഒരുപാട് ഫുഡ്സ് ട്രൈ ചെയ്തു കേട്ടോ. കാരണം അഫോർഡബിൾ ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഇവിടെ ട്രൈ ചെയ്യാം. പിന്നെ ഇവിടുത്തെ ആൾക്കാർ വളരെ ഫ്രണ്ട്ലിയാണ്. ഇവർ ഭയങ്കര അക്സെപ്റ്റൻസ് ആണ് ഇവിടെ. ഇപ്പോൾ ഔട്ട്സൈഡേഴ്സ് വന്ന് ഇവിടെ ഭയങ്കര അക്സെപ്റ്റൻസ് ആണ്. സോ അതെനിക്കിഷ്ടമാണ്. പിന്നെ ഇവിടെ കോസ്റ്റ് ഓഫ് ലിവിങ് ചെന്നൈയേക്കാൾ ഹൈദരാബാദ് കുറവായിട്ട് എനിക്ക് തോന്നി. അത് നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്ഥലം പോലെ ഇരിക്കും. ഇപ്പോൾ നമ്മൾ സിറ്റി സൈഡിലോട്ട് പോകുകയാണെങ്കിൽ കുറച്ച് കോസ്റ്റ് കൂടുതലായിരിക്കും. അതേസമയം ഔട്ട്സ്കേർട്ടിലോട്ട് വരുവാണെങ്കിൽ അവിടെ നല്ല കുറവായിരിക്കും. പിന്നെ ഹൈദരാബാദിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഔട്ട് ഓഫ് ദി മെയിൻ സിറ്റി അവിടെ നല്ല ഡെവലപ്ഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഔട്ട്സൈഡ് ഈ ഔട്ട്സ്കേർട്ട് താമസിച്ചാലും നമുക്ക് സിറ്റി ഒരിക്കലും മിസ്സാവുന്നില്ല. ഇവിടുത്തെ റോഡൊക്കെ ഭയങ്കര വിശാലമായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവിടെ അധികം ട്രാഫിക് ബ്ലോക്ക്സ് ഉണ്ടാവാറില്ല. പോപ്പുലേറ്റഡ് ആണ്, സ്റ്റിൽ നമുക്ക് സ്മൂത്തായിട്ട് തന്നെ എവിടെയെങ്കിലും എത്താൻ പറ്റും. അതേസമയം ചെന്നൈയിലാണെങ്കിൽ റോഡൊക്കെ ഭയങ്കര കൺജസ്റ്റഡ് ആണ്. നമുക്ക് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെറിയ വഴിയിൽ കൂടെ വേണം നമുക്ക് കാർ എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് മിക്ക സ്ഥലങ്ങളിൽ ഞങ്ങൾ കാർ കൊണ്ടുപോകാറില്ല. കാർ കൊണ്ടുപോയാൽ തന്നെ നമുക്കിപ്പം എവിടെയെങ്കിലും പോകണമെങ്കിൽ കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവില്ല. കാരണം കാർ പാർക്ക് ചെയ്താൽ റോഡ് ചെറുതായതുകൊണ്ട് തന്നെ വേറെ വണ്ടികൾക്കൊന്നും പോകാൻ പറ്റില്ല. സോ ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആരെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. ഇനി എൻ്റെ അടുത്ത് ആരെങ്കിലും ചെന്നൈ ആണോ ഹൈദരാബാദാണോ നല്ലതെന്ന് ചോദിച്ചാൽ രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റീസാണ്. 2 സിറ്റീസിനും അതിൻ്റെ സ്ട്രെങ്ത്തും ഉണ്ട്, വീക്ക്നെസ്സും ഉണ്ട്. ഇപ്പോൾ ഞാൻ ചെന്നൈയെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും ചെന്നൈയിൽ ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. അപ്പം നമുക്കവിടെ നല്ലൊരു ഉയർന്ന സാലറി കിട്ടും, നല്ലൊരു ജോലി സാധ്യത ഉണ്ട്. പിന്നെ എഡ്യൂക്കേഷനും നല്ല സ്കൂൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഹൈദരാബാദ് ആണെങ്കിൽ തന്നെ ഇവിടെ പല പല സീസൺസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സമ്മർ ടൈം ആണെങ്കിൽ നല്ല ചൂടാണ് ഇവിടെ, വിൻ്റർ ടൈം ആണെങ്കിൽ നല്ല രസമാണ് ഇവിടെ കാണാൻ. പിന്നെ സ്പ്രിംഗ് ഉണ്ട്, മൺസൂൺ ഉണ്ട്. സോ ഞങ്ങൾ ശരിക്കും മൺസൂൺ മിസ് ചെയ്തത് ചെന്നൈയിൽ പോയപ്പോഴാണ്. കാരണം ചെന്നൈയിൽ മൺസൂൺ കിട്ടാറില്ല. അത് മാത്രമല്ല ഫ്ലഡിങ്, സൈക്ലോൺ, എപ്പോഴും സൈക്ലോൺ അവിടെ വരും. ഓരോ ഇയറും അവിടെ സൈക്ലോൺ വരാറുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ആവാറുണ്ട്. സോ അത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചെന്നൈയിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് മഴയൊക്കെ നമുക്കൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് തോന്നുന്നത്. കാരണം അങ്ങനത്തെ ഒരു ഡ്രൈ വെതർ ആയതുകൊണ്ട് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ താമസ സൗകര്യമാണെങ്കിലും നമ്മുടെ ചിലവാണെങ്കിലും ഓവറോൾ കംഫർട്ടബിലിറ്റി ആണെങ്കിലും എല്ലാം കൂടെ ഞങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു നഗരം എന്ന് പറയുന്നത് ഹൈദരാബാദാണ്. സോ അതുകൊണ്ടാണ് ഞങ്ങൾ ഹൈദരാബാദിലോട്ട് തിരിച്ചെത്താൻ കാരണമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഹൈദരാബാദിലോ ചെന്നൈയിലോ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് ഈ ഒരു വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എൻ്റെ ഓവറോൾ എക്സ്പീരിയൻസ് വെച്ചിട്ട് ആസ് എ ഫാമിലി ഞങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് തോന്നിയൊരു നഗരം എന്ന് പറയുന്നത് ഹൈദരാബാദാണ്. ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം ശ്രീ.